മാർച്ച് 17-ാം തീയതി രാവിലെ 11 മണി മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലേക്കും മറ്റ് ജില്ലകളിൽ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലും ജനങ്ങളുടെ വലിയ തോതിലുള്ള മാർച്ചും ധർണയും ഈ കേന്ദ്ര നയത്തിനെതിരായി സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം വലിയ തോതിൽ കൂടി വരികയാണ്. മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ യുവതലമുറയെ വല്ലാതെ തകർത്ത് കളയുന്നുണ്ട്. ഈ അപകടകരമായ നീക്കത്തെ തടയാൻ ജനങ്ങളിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഇപ്പം ലഹരി ഉപയോഗത്തിനെതിരായി, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായി കേരള വ്യാപകമായി വമ്പിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു മുഖ്യമായ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി കടലും വനവും ഖനനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മണൽ ഖനനം എന്ന പേരിൽ കടലിലെ എണ്ണമറ്റ ധാതുക്കളും വനമേഖലയിൽ കാണുന്ന ധാതുക്കളും കരിങ്കൽ ഉൾപ്പെടെയുള്ള മറ്റ് വസ്തുക്കളും ഖനനം ചെയ്തെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് അനുവാദം നൽകുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ഭദ്രതയെ തകർക്കും, നമ്മുടെ നാടിൻ്റെ സ്വൈരജീവിതത്തെ തകർക്കും. കടലോര മേഖലയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലെ കടൽ മേഖലയിൽ വൻതോതിൽ ഖനനം ചെയ്യുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ സംയുക്തമായി എല്ലാ തൊഴിലാളി സംഘടനകളും ഒന്നിച്ച് കടലിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ നിലയിൽ അണിനിരന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കൊല്ലത്ത് കടലിൽ മത്സ്യബോട്ടുകൾ വൻതോതിൽ ഇറക്കി, മത്സ്യബോട്ടുകളും വള്ളങ്ങളും വൻതോതിൽ ഇറക്കി വലയം സൃഷ്ടിച്ചിട്ടുള്ള സമരം ഈ സമീപ ദിവസങ്ങളിൽ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. കടലിൻ്റെയും വനത്തിൻ്റെയും സംരക്ഷണം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ കീഴടങ്ങുന്ന നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഖനനം നാടിൻ്റെ സാമൂഹ്യ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുകയാണ്. ചെറിയ തരം മത്സ്യങ്ങൾ, നെത്തൊലി, മത്തി, ചാള, അയില ഇങ്ങനെയുള്ള ചെറിയ തരം മത്സ്യങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശം, ഒരു കടൽ, ഒരു മേഖലയാണ്. അവിടെ ഖനനത്തിലേക്ക് പോകുമ്പോൾ മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരുകയാണ്. ഈ നില കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളെ, മത്സ്യ വിതരണ സംസ്കരണ മേഖലയിലുള്ള തൊഴിലാളികളെയും സാരമായി ബാധിക്കുന്നതാണ്. ഈ പ്രശ്നം കേരള നിയമസഭയിൽ ഉയർന്നു വന്നപ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ഖനനത്തിനെതിരായി യോജിച്ച നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-മായി സഹകരിച്ച് കടലിൻ്റെയും വനത്തിൻ്റെയും സംരക്ഷണത്തെ മുൻനിർത്തി ഒന്നിച്ചുള്ള സമരം ചെയ്യാൻ സന്നദ്ധമാണ്. ഈ കാര്യത്തിൽ UDF-മായി ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തി യോജിച്ച ഒരു സമരനിര ഈ പ്രശ്നത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കും. UDF സഹകരിക്കാൻ തയ്യാറാകാതെ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും താല്പര്യത്തെ മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രമായ സമര നടപടികൾ സ്വീകരിച്ചു മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്.